ഏതാനും നാളുകൾ അകലെയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് സ്വാഗതം അരുളുന്നത്. കഴിഞ്ഞ കോപ്പയിൽ തെളിഞ്ഞ അർജന്റീൻ ഫുട്ബോളിന്റെ തിളക്കത്തിന് ഇന്നും ഒരു തരി പോലും മങ്ങലേറ്റിട്ടില്ല. പകരം ലോകകപ്പിന്റെ പകിട്ടുകൂടെ കൂടിയെന്നു മാത്രം. ആ സ്വപ്നയാത്രയ്ക്ക് കൂടുതൽ കരുത്തേകാൻ ഈ വർഷവും കോപ്പ അമേരിക്ക കിരീടം നേടാൻ ഉറച്ചാണ് അർജന്റീന എത്തുന്നത്. ഈ ടൂർണമെന്റിന് മുമ്പായി അർജന്റീനയുടെ അവസാന സൗഹൃദ മത്സരം നടക്കാൻ പോവുകയാണ്. മറ്റന്നാൾ പുലർച്ചെ, അതായത് ജൂൺ 15 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 നടക്കുന്ന മത്സരത്തിൽ ഗ്വാട്ടിമാലയാണ് അർജന്റീനയുടെ എതിരാളികൾ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് എത്തുക എന്നത് ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയ്ക്ക് ഈ മത്സരം പ്രധാനപ്പെട്ടതാവുന്നതും. കഴിഞ്ഞ മത്സരത്തിലെ പ്ലേയിങ് 11-ൽ നിന്ന് ഏറെ മാറ്റം ഈ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കളിയിൽ പകരക്കാരനായി കളത്തിലേക്ക് എത്തിയ ലിയോ മെസ്സി ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇക്വഡോറിന് 1-0 എന്ന ഗോൾ നിലയിലായിരുന്നു അർജന്റീന പരാജയപ്പെടുത്തിയത്. ഫിഫ റാങ്കിങ്ങിൽ 108 റാങ്കിലുള്ള ടീമാണ് ഗ്വാട്ടിമാല. അതുകൊണ്ട് തന്നെ എളുപ്പം ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അർജന്റീനയും ഗ്വാട്ടിമാലയും തമ്മിലുള്ള ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ ഒരു ചാനലിലും സംപ്രേഷണം ചെയ്യുന്നില്ല. ഈ മത്സരം ലൈവായി കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. ഒരു ഉജ്ജ്വല വിജയത്തോടെ തന്നെ കോപ്പ അമേരിക്ക ടൂർണമെന്റിനായി അർജന്റീന യാത്ര തിരിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.